രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ തുടക്കമാകുന്നു. 15 സംസ്ഥാനങ്ങളിലായി 110 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. ഉത്തർപ്രദേശിൽ മാത്രം 11 ദിവസം പര്യടനമുണ്ട്. യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഊർജ്ജം നൽകുമെന്ന് മണിപ്പൂർ PCC അധ്യക്ഷൻ കേശ മേഘ് ചന്ദ്ര സിംഗ് 24 പറഞ്ഞു. നിതിൻ അംബുജൻ ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നുണ്ട്. നിതിനിലേക്ക് പോകും മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Manipur government declined to give the permission that at the government lane. So after that we shifted to the private lane. So it is very unfortunate that public lane means for the public purpose. Why this government is this declining and not allowing to do in the public place? It is a public program. So nowhere in the state, but here in our state, that is there. See, in the Thawal, earlier AICC decided to do in the Imphal city. This is the capital of Manipur. നിതിൻ 67 ദിവസങ്ങൾ 15 സംസ്ഥാനങ്ങൾ 6713 കിലോമീറ്റർ. ഹാഷ്മി, അങ്ങനെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 11 മണിക്ക് രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തും. അതിനുശേഷം നേരെ കെങ്ജാങ്ങിലുള്ള യുദ്ധസ്മാരകത്തിൽ പോകും. അവിടെ നിന്നാണ് യാത്ര തുടക്കമാവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഫാലിലാണ്. എന്തായാലും ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇംഫാലിലെ യാത്രയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് തൗബാലിലേക്ക് യാത്ര തുടങ്ങാൻ പോകുന്നത്. എന്തായാലും 12:30 തുടങ്ങുന്ന യാത്ര 6700 കിലോമീറ്റർ സഞ്ചരിക്കും. 15 സംസ്ഥാനങ്ങൾ 110 ജില്ലകളിൽ യാത്ര സഞ്ചരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കടന്നുപോകുന്ന 110 ജില്ലകൾ എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ ഇന്നത്തെ ഈ ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന കോൺഗ്രസ് ഘടകം അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ബംഗാൾ അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ അടക്കം പങ്കാളിത്തം ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യമായി ഉയരുന്നുണ്ട്. എന്തായാലും യാത്രയിൽ വലിയ വിജയപ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല ഇന്നത്തെ ഈ യാത്രയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം PCC അധ്യക്ഷന്മാർ അതോടൊപ്പം തന്നെ കൂടാതെ മറ്റ് മുതിർന്ന നേതാക്കളടക്കം ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് യാത്ര നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. 15 സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുക, 110 ജില്ലകളിലൂടെ.